അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഗ്ലോബൽ പവറിന്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള കോർഡ്ലെസ് ബ്ലോവർ ആണ്. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും ഇതിന്റെ ഫെസിലിറ്റി എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ. ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിന്റെ ബോഡിയൊക്കെ ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ല മെറ്റീരിയലാണ്. 1700 RPM ആണ് ഇതിന്റെ നോ ലോഡ് സ്പീഡ് വരുന്നത്. 2.8 പെർ മിനിറ്റ് ആണ് എയർ വോളിയം. പിന്നെ വിൻഡ് സ്പീഡ് വരുന്നത് 0.10 മിനിറ്റ് പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇതിന്റെ ഈ ബോക്സിൽ തന്നെ ആയിട്ടാണ് വാറണ്ടി കാർഡ് ഉള്ളത്. 6 months ആണ് ഈ മെഷീന് കിട്ടുന്ന വാറണ്ടി. പിന്നെ ഈ മെഷീന്റെ കൂടെ നമുക്ക് കിട്ടുന്നത് 21 വോൾട്ടിന്റെ 2AH 2 ബാറ്ററിയാണ് നമുക്ക് ഈ മെഷീന്റെ കൂടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ മെഷീന്റെ കൂടെ കിട്ടുന്നത് ഒരു ഹോസ് ആണ്, എക്സ്റ്റൻഷൻ ഹോസ്. ഈ മെഷീന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യേണ്ട സാധനമാണിത്. ഇതിന്റെ കൂടെ കിട്ടുന്നത് ഒരു ബാറ്ററി ചാർജർ ആണ്. ബാറ്ററി ചാർജ് ആവുന്നതിന്റെ ഇൻഡിക്കേഷൻ കാണിക്കാനുള്ള എല്ലാ LED-യും ഈ ചാർജറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ മെഷീന്റെ കൂടെ കിട്ടുന്നത് ഒരു ഡസ്റ്റ് ബാഗ് ആണ്. വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ബാഗാണിത്. അപ്പൊ ഈ മെഷീനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററി സെറ്റ് ചെയ്യാം. ഇതിന്റെ ഫ്രണ്ടിലെ ഓസ് കണക്ട് ചെയ്ത് നമുക്ക് ഇതിന് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഹോസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ, അവിടെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്കിൽ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് ഈ ഹോസ് തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. നമുക്ക് ഇതിന്റെ പവറും കാര്യങ്ങളെല്ലാം ഒന്ന് അറിയണ്ടേ. കണ്ടില്ലേ, നല്ല അടിപൊളി പവറാണ്. ഇപ്പൊ ഇട്ടത് മെറ്റൽ പീസാണ്, അതൊക്കെ തെറിച്ച് പറന്നുപോയി. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ഒക്കെ എയർ വെച്ച് നമ്മൾ അടിച്ച് കളയല്ലേ ചെയ്തത്. ഇനി നമുക്ക് മെഷീന്റെ ഉള്ളിലോട്ടൊന്ന് വലിച്ചു നോക്കാം വേസ്റ്റ്. അതിന് ഈ ഫ്രണ്ടിലെ ഓസ് ഊരിയിട്ട് ഈ സൈഡിലായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ലോക്കൊക്കെ ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് കിട്ടിയില്ലേ, നേരത്തെ കിട്ടിയ ഡസ്റ്റ് ബാഗ് ഉണ്ടല്ലോ, ആ സാധനം എടുത്തിട്ട് ഇതിന്റെ ഈ ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. അതിനും ലോക്ക് ഉണ്ട് കേട്ടോ. കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് തന്നെ. ഈ തെർമോക്കോളിന്റെ പൊടിയാണ് ഇപ്പൊ ഇട്ടത്, അതൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെറ്റൽ പീസ് ഇട്ട് നോക്കാം, വലിക്കോ ഇല്ലയെന്ന് അറിയണമല്ലോ. കൊള്ളാം, നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെയൊക്കെ വൃത്തിയായി കണ്ടില്ലേ. അപ്പൊ ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം പണികളൊക്കെ നടക്കൂട്ടാ. സംഭവം കൊള്ളാം. ഇനി നമുക്ക് ഇതിന്റെ ഈ വേസ്റ്റ് എങ്ങനെയാണ് കളയണത് നോക്കാം. ഈ ഡസ്റ്റ് ബാഗ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഊരിയെടുക്കാം. കണ്ടില്ലേ, ബാഗിന്റെ സൈഡിലായിട്ട് ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കളയാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കണ്ടില്ലേ, ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീട്ടിലും വർക്ക് സൈറ്റിലും എല്ലാം ഉപയോഗിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ലോ വെയിറ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണിത്.